ലിഷർ എന്ന് പറയുന്ന കവിതയിലെ ഒരു ചോദ്യോത്തരമാണ്. ദ സെവൻത് ലൈൻ ദ പോയറ്റ് സ്പെൽസ് ദ വേർഡ് ബ്യൂട്ടി. ക്യാപിറ്റൽ ലെറ്റർ ബി ഉപയോഗിച്ചിരിക്കുന്നു ബ്യൂട്ടി എഴുതാൻ അല്ലേ. വരിയുടെ ഇടയ്ക്ക് ബി എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ബ്യൂട്ടി എന്നത് സൗന്ദര്യം എന്ന അർത്ഥത്തിലല്ല, ഒരു ബ്യൂട്ടിഫുൾ ഗേൾ എന്ന അർത്ഥത്തില്, സുന്ദരി എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ്. ഇതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എക്സാമിന് വരാമല്ലോ. എന്തുകൊണ്ടാണ് ഇടയ്ക്ക് സെന്റൻസിന്റെ ഇടയ്ക്ക് ക്യാപിറ്റൽ ലെറ്റർ ബി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്. ഓക്കെ, നെക്സ്റ്റ്. ഹൗ ഡു ദ ബ്യൂട്ടീസ് ഡാൻസ്? ഈ പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ എപ്രകാരമാണ് നൃത്തം ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട് അല്ലെ. എന്താണ് പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ നൃത്തം ചെയ്യുന്നതെന്ന് കവി W.H. ഡേവിസ് ഉദ്ദേശിക്കുന്നത്? മരങ്ങള്, പുല്ല്, അല്ലെങ്കിൽ തിരമാലകള്, അല്ലെങ്കിൽ വയലേലകള്, ഇതൊക്കെ നൃത്തം ചെയ്യുന്നു. ഇതൊക്കെ പ്രകൃതിയുടെ നൃത്തമാണ്. വെൻ ട്രീ ബ്രാഞ്ചസ് സ്വേ, മരച്ചില്ലകൾ ചാഞ്ചാടുമ്പോൾ, സ്വേ SWAY, സ്വേ, വെൻ ട്രീ ബ്രാഞ്ചസ് സ്വേ ഇൻ ദ ബ്രീസ്, ഉണ്ടോ, അത് പ്രകൃതിയുടെ നൃത്തമാണ്. അല്ലെങ്കിൽ ഗ്രാസ്, അല്ലെങ്കിൽ പാഡി ഫീൽഡ്, നെൽവയല്, അവിടെ പാഡി, അതൊക്കെ എന്ത് ചെയ്യാം? പാഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെൽവയലിലെ എന്താണ് ഈ നെൽക്കതിരുകളും അല്ലെങ്കിൽ ആ ചെടികളും ഒക്കെ, നെൽച്ചെടികളും ഒക്കെയാണ്. അതൊക്കെ മന്ദമാരുതനില് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടും. വേവ്സ്, തിരമാലകള്, ഇതൊക്കെ ചാഞ്ചാടും. We can see the dancing steps of nature when the tree branches sway in the breeze. മരച്ചില്ലകള് ഈ ഇളം കാറ്റിൽ ചാഞ്ചാടുമ്പോൾ. ആൻഡ് in the dancing rhythm of the beautiful waves. സുന്ദരമായ തിരമാലകളുടെ ആ നൃത്ത ലയത്തില്, അവ നൃത്ത താളത്തില് അവ ചാഞ്ചാടും. അതൊക്കെ പ്രകൃതിയുടെ നൃത്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. The other forms of nature's dance are, പ്രകൃതിയുടെ നൃത്തത്തിന്റെ മറ്റു രൂപങ്ങൾ എന്തൊക്കെയാ? ഫ്ലൈയിങ് ബേർഡ്സ്, ഡാൻസിങ് പാഡി ഫീൽഡ്സ്, ഡാൻസിങ് ബീസ്, എന്ത് വേണമെങ്കിലും നമുക്ക്, റെയിൻ, ഓക്കെ, അതൊക്കെ നമുക്ക് പ്രകൃതിയുടെ നൃത്തമായിട്ട് കാണാൻ സാധിക്കും. അടുത്ത ഒരു ചോദ്യം എന്താണെന്നറിയാമോ? നമുക്ക് കവി മനുഷ്യരോട് പറയുവാണ്, ഇത്തിരി നേരം അർത്ഥപൂർണമായി കുറച്ചു നേരം പ്രകൃതിയിലെ ആ പച്ചപ്പ് നോക്കി നിൽക്കണമെന്ന് പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത്. എന്താണ്? വാട്ട് ഡസ് ദ പോയറ്റ് വാണ്ട് ഹ്യൂമൻ ബീയിങ്സ് ടു മേക്ക് ലൈഫ് മീനിങ്ഫുൾ? മനുഷ്യന്റെ ജീവിതം അർത്ഥപൂർണമാക്കാനായിട്ട് മനുഷ്യർ എന്ത് ചെയ്യണമെന്നാണ് കവി ആവശ്യപ്പെടുന്നത്? ദ പോയറ്റ് വാണ്ട്സ് ഹ്യൂമൻ ബീയിങ്സ് ടു സ്റ്റാർട്ട് എൻജോയിങ് ദ ബ്യൂട്ടീസ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങണം എന്നാണ് കവി പറയുക. He advises us to put an end to the stress that we associate with our life. നമ്മുടെ ജീവിതത്തോട് നമ്മൾ ബന്ധപ്പെടുത്തുന്ന ആ അമിതോത്കണ്ഠയുണ്ടല്ലോ, ആ പിരിമുറുക്കമുണ്ടല്ലോ, അതിനൊരു അന്ത്യം കുറിക്കണം. Put an end എന്ന് പറഞ്ഞാൽ അന്ത്യം കുറിക്കുക. He advises, അദ്ദേഹം ഉപദേശിക്കുന്നു. Us, നമ്മോട്. He advises us to put an end to the stress that we associate with our life. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്ന നമ്മുടെ സ്ട്രെസ്സിന് ഒരു അന്ത്യം കുറിക്കുക. പീപ്പിൾ അൺഫോർച്ചുനേറ്റ്ലി ഫീൽ ദാറ്റ്, ആളുകൾ ദൗർഭാഗ്യവശാൽ അവർ കരുതുന്നു, എ സീരിയസ് ലൈഫ് സ്റ്റൈൽ ഈസ് വർത്ത് വൈൽ, ഒരു ഗൗരവമുള്ള ജീവിതചര്യയാണ് പ്രയോജനകരം എന്ന് ആളുകൾ കരുതുന്നു. പക്ഷേ അതൊന്നുമല്ല, സിമ്പിൾ ലൈഫാണ് നല്ലത് എന്നാണ് നമ്മുടെ കവിയുടെ പക്ഷം. പ്രകൃതിയിൽ കൂടെ ചേർന്ന് നിന്ന ആ ലളിത ജീവിതം. മറ്റൊരു ചോദ്യം പറയാണ്, പക്ഷികളെ നോക്കി ഇത്തിരി നേരം മരച്ചോട്ടിൽ നിൽക്കുന്നത് ഒരു രസമല്ലേ എന്നാണ്. കവി നമ്മളോട് പറയുന്നു, ഹി വാണ്ട്സ് us to remove the overburden that we put upon our simple lives. നമ്മുടെ ലളിതവും നിസാരവുമായ ജീവിതത്തിന് മുമ്പിൽ വലിയ ഭാരം എടുത്തു വച്ചിരിക്കുകയാണ്. അത് എടുത്തു മാറ്റാൻ കവി ആവശ്യപ്പെടുന്നു. He wants us to remove or take away the overburden that we put upon our simple life. നമ്മുടെ ജീവിതങ്ങള് വളരെ ലളിതമാണ്, അതിന് മേലെ നമ്മൾ അമിതഭാരം എടുത്തു വച്ചിരിക്കുകയാണ്. അമിതമായി ജോലി ചെയ്ത് അമിതമായി ധനമുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനമാനത്തെത്തണമെന്നോ ഉള്ള ചിന്ത. We should pause some time under the trees. കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മരച്ചോട്ടില് നമ്മൾ സമയം ചെലവഴിക്കണം. And look up to catch the sight of the birds and butterflies that silently flit from the branch
ടു വൺ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച്. ഒരു ശാഖയിൽ നിന്നും മറ്റൊരു ശാഖയിലേക്ക് നിശബ്ദമായി പാറിപ്പറക്കുന്ന കിളികളെ നോക്കണം. വി ഷുഡ് ബി ലൈക്ക് ഷീപ്പ് ആൻഡ് കൗസ്. ഉണ്ടോ, നമ്മൾ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് ഇതാണ്. ഈ കിളികൾ പാറിപ്പറക്കുന്നതിനെയാണ് ഇവിടെ ഫ്ലിറ്റ് എന്ന് പറയുന്നത്. കാരണം തെന്നിത്തെറിച്ചാണ് അവയുടെ പറക്കൽ. ഫ്ലൈ എന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു വാക്കാണ് അല്ലെ, ഫ്ലിറ്റ് ഫ്രം അല്ലെ, വൺ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച്. വി ഷുഡ് ബി ലൈക്ക് ഷീപ്പ് ആൻഡ് കൗസ്. നമ്മൾ ആടിനെയും പശുവിനെയും പോലെ ആയിരിക്കണം. ദാറ്റ് എൻലെസ്ലി ലുക്ക് അറ്റ് സംതിങ്. ആടും പശുവും കണ്ടിട്ടില്ലേ, എത്ര നേരം വേണമെങ്കിലും അവസാനമില്ലാതെ എന്തിനെങ്കിലും നിർനിമേഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ആസ് ഇഫ് ദേ ആർ ലോസ്റ്റ് ഇൻ എ ഡ്രീം. ഒരു സ്വപ്നത്തിൽ സ്വയം മുഴുകിപ്പോയെന്ന പോലെ ആയിരിക്കും അന്നേരം അവരുടെ ഇരിപ്പ്. ഇതാണ് W.H. ഡേവിസ് നമ്മളോട് ആവശ്യപ്പെടുക. മറ്റൊരു ചോദ്യം, വിച്ച് വേർഡ്സ് ഹാവ് ബീൻ റിപ്പീറ്റഡ് 6 times in the poem? കവിതയിൽ 6 തവണ ആവർത്തിച്ചിരിക്കുന്നത് ഏത് വാക്കാണ്? വൈ, എന്തുകൊണ്ട്? The phrase no time is repeated in the poem 6 times. 6 തവണ ആവർത്തിച്ചിരിക്കുന്നത് സമയമില്ല എന്ന വാക്കാണ്. എന്തിനാണ്? To emphasize the central idea of the poem. കവിതയുടെ കേന്ദ്ര ആശയത്തിന് ഊന്നൽ കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം, who is we in the poem? കവിതയിൽ നമ്മൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക? We refers to mention the human beings who have no time to look at enjoy the beauties of nature. നമ്മൾ മനുഷ്യരെ സൂചിപ്പിക്കാൻ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്ന മനുഷ്യരെ. നമുക്ക് പ്രകൃതിയുടെ സൗന്ദര്യങ്ങളിലേക്ക് നോക്കാനായിട്ട് അല്പം പോലും സമയമില്ല. അല്പം വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാം. വേർഡ് മീനിങ്സ്. ഫുൾ ഓഫ് കെയർ എന്ന് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നു. നിറയെ കെയർ. കെയർ എന്ന് പറയുമ്പോൾ ശ്രദ്ധ എന്നുള്ള അർത്ഥമാണ് നമ്മൾക്ക് തോന്നുക. പക്ഷെ ഇവിടെ ഓവർ കെയറിനെയാണ് കവി ഉദ്ദേശിക്കുന്നത്. അമിതമായ ശ്രദ്ധ, അതിനെ ഉത്കണ്ഠ എന്നാ പറയുക അല്ലെ. ഫുൾ ഓഫ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഫുൾ ഓഫ് വറീസ്, അതാണ് മനുഷ്യ ജീവിതം. അപ്പൊ ഫുൾ ഓഫ് കെയർ ആവേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കെയർ വേണം, പക്ഷെ ഫുൾ ഓഫ് കെയർ ആവേണ്ട കാര്യമില്ല എന്നർത്ഥം. ഇനി സ്റ്റെയർ. എന്താണ് സ്റ്റെയർ? ലുക്ക് അറ്റ് സംതിങ് വിതൗട്ട് ബ്ലിങ്കിങ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണ് ചിമ്മാതെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറെ നേരം നോക്കിയിരിക്കുന്നതിനെയാണ് സ്റ്റെയർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ബെനീത്ത് എന്ന വേറൊരു വാക്കാണ് അണ്ടർ. ബെനീത്ത് എന്ന് പറഞ്ഞാൽ കീഴെ, താഴെ, അടി, അതാണ് അർത്ഥം. ഇനി മറ്റൊരു വാക്ക് ബോ. എന്താണ് ബോ എന്ന് പറഞ്ഞാൽ? BOUGH, ബോ. ബവർ. ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? ബവർ അല്ലെ, വള്ളിക്കുടിൽ എന്നൊക്കെ പറയും. പച്ചമരച്ചോട്ടില് തണൽ ചാർത്തില് കീഴില് ഇത്തിരി നേരം സമയം ചെലവിടണമെന്ന് കവി പറയുന്നു. മെയിൻ ബ്രാഞ്ച് ഓഫ് എ ട്രീ എന്ന് നമുക്ക് ബോ എന്നതിന് മീനിങ് പറയാം. വേറൊരു വാക്കാണ് സ്റ്റെയർ ആസ് ലോങ് ആസ് ഷീപ്പ് ആൻഡ് കൗസ്. കവി ഉപയോഗിച്ചിരിക്കുന്നു. ആടും പശുവും നിൽക്കുന്നത് പോലെ കുറച്ചു നേരം സ്റ്റെയർ ചെയ്യുക, കണ്ണ് ചിമ്മാതെ നിർനിമേഷരായി നോക്കി നിൽക്കുക. ഷീപ്പ് ആൻഡ് കൗസ് ആർ ലീസ്റ്റ് വറീഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ദം. ആടും പശുവും അങ്ങനെയാണല്ലേ, അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് അവരൊട്ടും തന്നെ വറീഡ് അല്ല. ഇനി മറ്റൊരു ചോദ്യം നോക്കിയേ, വെൻ വുഡ്സ് വി പാസ്. നമ്മൾ നടന്നു പോകുന്ന ഇടങ്ങളിലെ വൃക്ഷത്തോപ്പുകള് കടന്നു പോകുമ്പോൾ, കടന്നു പോവുക എന്നുള്ളതിനാണ് ഇവിടെ പാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വുഡ്സ് എന്ന് വെച്ചാൽ വൃക്ഷത്തോപ്പുകൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ കേട്ടോ. വൈൽ പാസിങ് ത്രൂ എ ഫോറസ്റ്റ്. വുഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോറസ്റ്റ് എന്ന മീനിങ് ആണ് കവി കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. മറ്റൊരു ചോദ്യം, നിങ്ങൾക്ക് കുറച്ച് ലെഷർ ടൈം അഥവാ ലെഷർ ടൈം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഫ്രണ്ട് പറയുന്നു നമുക്ക് ഡ്രൈവ് ചെയ്യാമെന്ന്. വേറൊരു കുട്ടി പറയുന്നു നമ്മൾക്ക് പുക വലിച്ചാലോ എന്ന്. നാർക്കോട്ടിക് ഡ്രഗ്സ്, സിഗരറ്റ്, ഇങ്ങനെ പലതും പല ഓപ്ഷൻസും വരുന്നു. നിങ്ങൾ പറയുന്നു അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പ്രകൃതിയോടൊപ്പം നിൽക്കാമെന്ന്. ഇത്തരം ഒരു സജഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ പാടില്ല എന്നില്ല, വരാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക.